സാധാരണയായി എന്തെങ്കിലും ചോദിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദിയിലെ ഒരു വാക്കാണ് കഹാ, എവിടെ. ഈ വാക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിച്ച് സംസാരിക്കാം, അതറിയാൻ ഈ വീഡിയോ സഹായിക്കും. ഈ വാക്കിനോട് കൂടെ ചേർത്ത് ഉപയോഗിച്ചു വരുന്ന മറ്റു വാക്കുകളാണ് ഉണ്ട്, കിട്ടും, നിന്ന്, വച്ചു, വച്ച്, പോകുന്നു, പോയി, പോകും തുടങ്ങിയവ. എന്തെങ്കിലും ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് നാം ഹിന്ദിയിലെ കഹാ എന്ന വാക്ക് വാക്യത്തിൻ്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ അവസാനത്തോ ഒക്കെ ചേർത്ത് ചോദിക്കുന്നത്. ആരെങ്കിലും എവിടാ താമസിക്കുന്നത് എന്ന് ചോദിച്ചറിയാൻ കഹാ രഹത്താ ഹേ, ആപ് കഹാ രഹത്താ ഹേ. ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അല്ലെന്ന് മനസ്സിലായാൽ നമുക്ക് ശരിയായ ഉത്തരം പറയാം. അപ്പോൾ ആദ്യം ഞാനെന്ന് അർത്ഥം തരുന്ന മേ പ്ലസ് സ്ഥലപ്പേര്, പിന്നെ ചെറിയൊരു മേ, ഹും, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. മേ കേരൾ മേ രഹത്താഹും, ഞാൻ കേരളത്തിൽ താമസിക്കുന്നു. ഇനിയും എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെവിടെയാ കിട്ടുന്നത് എന്നറിയണമല്ലോ. അപ്പോൾ ചോദിക്കാം, എവിടെ കിട്ടും, കഹാ മിലേഗ. സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കഹാ മിലേഗ അല്ലെങ്കിൽ കഹാ മിൽത്താ ഹേ, കഹാ മിൽ റഹാ ഹേ, ബഡി പ്യാസ് ലഗ് രഹാ ഹൂം, പാനി കഹാ മിലേഗ. വളരെ ദാഹിക്കുന്നു, വെള്ളം എവിടെ കിട്ടും, വെള്ളം എവിടെ കിട്ടും, പാനി കഹാ മിൽത്താ. എവിടെ നിന്ന് കിട്ടും, കഹാ സേ മിലേഗ. വണ്ടി എവിടെ നിന്ന് കിട്ടും, ഗാഡി കഹാ സേ മിലേഗ. ഇധർ സേ മിലേഗ, ഇവിടെ നിന്ന് കിട്ടും, ഉധർ സേ മിലേഗ, അവിടെ നിന്ന് കിട്ടും. യഹാ സേ വഹാ ജാനെ കെ ലിയേ ഗാഡി കഹാ സേ മിൽ സക്താ ഹൈ. ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് വണ്ടി എവിടെ നിന്ന് കിട്ടും, കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടിയേക്കാം. എവിടെ നിന്ന്, അതുപോലെ എവിടെ വെച്ച്, നീ അവനെ എവിടെ വെച്ച് കണ്ടു, തോ ഉസ്കോ കഹാ പേ മില, കഹാ പേ ദേഖ, കണ്ടു, ദേഖ കണ്ടുമുട്ടി, മില മില കിട്ടി എന്ന അർത്ഥത്തിലും പറയാറുണ്ട്. വച്ച് കഴിഞ്ഞു, ഇനിയും വെച്ചു, എവിടെ വെച്ചു, നീ അതെവിടെ വെച്ചു. തോ വ കഹാ രഖ, വെക്കുന്നതിന് രഖന, വെച്ചതിന് രഖ, രഖേക വെക്കും. ഞാൻ തന്ന പുസ്തകം നീ എവിടെ വെച്ചു. നിങ്ങൾ രാവിലെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ പരിചയമുള്ള ഒരുത്തൻ അടിച്ചു വിട്ട് പോകുന്നു. അപ്പോൾ ചോദിക്കാം, കഹാൻ ജാ രഹാ ഹേ, എവിടെ പോകുന്നു. കഹാൻ ജാ രഹാ ഹേ, കഹാ കേ ലിയേ, എവിടെ പോകുന്നു, എങ്ങോട്ടാ. ചിലരുടെ മറുപടി വളരെ രസമുള്ളതായിരിക്കും. ചുമ്മാതെ പറയും, ഓ ഇവിടെ വരെ. ഇവിടെ വരെ പറഞ്ഞിട്ട് പോകുന്ന അവിടെ വരെ ആയിരിക്കും. അപ്പോൾ സ്ഥലം പറയില്ല. എവിടെ പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, മേ സ്കൂൾ ജാ രഹാ ഹൂം. ഞാൻ ചന്തയിൽ പോകുന്നു, ഞാൻ ബജാർ ജാ രഹാ ഹൂം. ഒരു ചെറുക്കൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് കളിക്കാൻ പോകാൻ വേണ്ടിയാ. അമ്മയോട് ചോദിച്ചു, അവൻ എവിടെ, വോ കഹാ ഹേ. അപ്പോൾ അമ്മ പറഞ്ഞു, മുझे नहीं पता, എനിക്കറിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വഹ് നഹാനെ ഗയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വഹ് നഹാനെ ഗയ, എടി അവൻ കുളിക്കാൻ പോയി. അപ്പോൾ അമ്മ, കേട്ടോ, വഹ് നഹാനെ ഗയ. ചെറുക്കൻ എന്താ ചോദിച്ചത്, വഹ് കഹാ ഹേ, അവൻ എവിടെ. പേര് പറഞ്ഞും ചോദിക്കാം. എ എന്നാ പേരെങ്കിൽ എ എവിടെ, ബി എവിടെ, സി എവിടെ, ഡി എവിടെ, വഹ് കഹാ ഹേ. അപ്പോൾ എന്തെങ്കിലും അന്വേഷിച്ചറിയുമ്പോഴും നാം കഹാ എന്ന വാക്ക് ചേർത്ത് ചോദിക്കുന്നു. കൊച്ചു കൊച്ചു രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട്, ഞാൻ ഇന്നലെ നല്ല രസമുള്ളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവൻ അറിയാനുള്ള ആഗ്രഹത്തോടെ, എവിടെ പോയി, കഹാൻ ഗയ. അപ്പോൾ കഹാൻ ഗയ, കഹാൻ ജാത്ത, കഹാൻ ജാവൂങ്ക, എല്ലാ കാലങ്ങളിലും കഹാൻ ചേർത്ത് ചോദിക്കാം. എവിടെ പോയി, എവിടെ പോകുന്നു, എവിടെ പോകും. കൂട്ടുകാരാ, നീ കളിക്കാൻ നാളെ വരില്ലേ. ഇല്ല. കഹാൻ ജായേഗ, എവിടെ പോകും. അപ്പോൾ ഇങ്ങനെ
എവിടെ, കഹാ. കഹാ മിലേഗ, എവിടെ കിട്ടും. കഹാ സെ, എവിടെ നിന്ന്. കഹാ പേ, എവിടെ വച്ച്. കഹാ രക്ക, എവിടെ വച്ചു. കഹാ ജാത്ത, എവിടെ പോകുന്നു. കഹാ ഗയ, എവിടെ പോയി. കഹാ ജായക അല്ലെങ്കിൽ കഹാ ജാവുങ്ക, എവിടെ പോകും. ഇങ്ങനെ ഹിന്ദിയിലെ കഹാ മലയാളത്തിലെ എവിടെ എന്ന വാക്കിന് തുല്യമായി ഉപയോഗിച്ചു വരുന്നു.